എന്നാലും മാഡം ഒരു പ്രാവശ്യം ഒന്ന് ചോദിക്കണ്ടായിരുന്നു. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും അമ്മ കാല് മാറും. ശ്രീകാന്ത് സർ, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്തിനാ ടെൻഷൻ ആവുന്നേ? യു സീ മിസ്റ്റർ ശ്രീകാന്ത്, ദിസ് ഇലക്ഷൻ ഈസ് ഗോയിങ് മെല്ലെ. അതായത് മെല്ലെ. ഡോണ്ട് വറി, വി ആർ ഓൾ നിങ്ങളുടെ കൂടെയാണ്. വി ആർ ഗോയിങ് ടു ദ മന ആൻഡ് പിക്ക് ദ വോട്ട്. നന്ദിനി മാഡം ഈസ് കൺട്രോൾ ദ ഓവറോൾ സിറ്റുവേഷൻ. യു ഡോണ്ട് നോ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട ശ്രീകാന്ത് സർ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ ടെൻഷൻ അതല്ല മാഡം. ഒരുപക്ഷെ ഞാൻ എങ്ങാനും തോറ്റുപോയാ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ നോക്കും, അതുകൊണ്ടാ. ശ്രീകാന്ത് സാർ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാനുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരാ? കുസ്തി പയൽവാൻ. ഇതിനു മുമ്പ് എത്ര പയൽവാൻമാരെ വീഴ്ത്തിയിട്ടുണ്ടാവും നിങ്ങൾ കോതയില്. അവൻ എന്താ അത്രയും വലിയ ആളാണോ സാറേ? അവൻ എന്തെങ്കിലും മിണ്ടിയെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യും കെട്ടി അവനെ കുളത്തിലോട്ട് എറിഞ്ഞു കളയണ്ടേ സാറേ? എന്താ സാറേ, ഒന്ന് ചുമ്മാതിരിക്കെ. നമ്മളാരും യുദ്ധത്തിനൊന്നും പോകാൻ പോകുന്നില്ല, ഇലക്ഷനാ പോകുന്നത്. സംസാരിച്ചിട്ട് കാര്യമില്ല. അതെ സർ, ഈ തല്ലും വഴക്കൊക്കെ എന്തിനാ വെറുതെ? വോട്ടിടാൻ എത്ര ആളാ ഉള്ളത്? 3 ആള് അല്ലെങ്കിൽ ഇനിയൊരാളും കൂടി. നിങ്ങളെ മാഡം, നിങ്ങളെ അല്ലേ പറഞ്ഞത് അവിടെ ഇരിക്കേ. അല്ല, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. എന്നാലും ടീച്ചറെ, നിങ്ങൾ ഇലക്ഷന് നിൽക്കുന്നു, നിങ്ങൾ തന്നെ ജയിക്കുന്നു. ടീച്ചർ പറയുന്ന പോലെ തന്നെ. വണ്ടി നിക്കടാ ഒന്ന് വണ്ടി നിർത്ത്. ടീച്ചറിനെ കണ്ടിട്ട് കൊറേ ദിവസമല്ല, ഒന്ന് സംസാരിച്ചിട്ട് വരട്ടടാ. പിന്നെ നമസ്കാരം മാഡം. ഭഗത് സിംഗ്, അണ്ണാ സാർ, മഹാത്മാഗാന്ധി ഇവരൊക്കെ വിളിച്ചോണ്ട് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നെ? എന്താ മാഡം, ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് സ്കൂൾ വേണമെന്ന് ക്ലോസ് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താണ് ഈ മലയാളം മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റ ആള് മലയാളത്തിനെ പുകഴ്ത്തിയെടുക്കാന്നാ നാടിനെ നിലനിർത്താന്നുള്ള ചിന്തയാണോ? നമ്മുടെ ഭാഷയെ സംരക്ഷിക്കാനും വളർത്താനും എന്നെ പോലെ 100 പേരുണ്ടാവും. നിങ്ങളെപ്പോലുള്ള 1000 പേര് വന്നാലും നടക്കില്ല. ഈ ഭാഷ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്ന് ചേർന്ന് കഴിഞ്ഞു. ഈ ഭാഷ സംരക്ഷിക്കേണ്ടത് നിങ്ങളെപ്പോലെ ഒരാളെ പ്രസവിച്ചു വളർത്തിയ അമ്മ. ഒരക്ഷരം പഠിപ്പിച്ചു കൊടുത്താലും അത് ശരിയായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരു. നരകത്തിലേക്ക് ഇറക്കി വിട്ട് നാക്ക് മുറിച്ച് വായി തയ്ച്ചു പിടിപ്പിച്ചാലും അഭിമാനം വിട്ടുകളിക്കാത്ത ജനങ്ങൾ. ഇത്രയും പേരുണ്ടായിരുന്നാ മതി, നമ്മുടെ ഭാഷയ്ക്ക് ഒരിക്കലും മരണം ഉണ്ടാവില്ല. വഴിമാറും. വാടാ മക്കളെ. ഏവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂളിൽ നിന്ന് HDFC ഇലക്ഷനാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? വി ആർ ഓൾ വോട്ടിംഗ് അവർ കാൻഡിമാൻസ്. മാസ്റ്ററെ, അത് കാൻഡിമാൻസ് അല്ല, കാൻഡിഡേറ്റ്സ്. ഹെഡ് മാസ്റ്റർ അയാളാണോ നീയാണോ? അടങ്ങിയിട്ടാ. അൺഎഡ്യൂക്കേറ്റഡ് ഫെലോ. സാർ പറഞ്ഞു സാറേ. അതായത് ഇന്നത്തെ ഇലക്ഷനിൽ നമ്മുടെ രാവുത്ത് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് മത്സരാർത്ഥിയായി ശ്രീകാന്ത് മത്സരിക്കുന്നു. മൊത്തം 13 പേര് വോട്ടിംഗ് ചെയ്യാൻ പോകുന്നുവെന്ന് ഈ ലിസ്റ്റിലുണ്ട്. ചേട്ടാ, നിങ്ങളെ നോക്കിയെന്ന് പറഞ്ഞ എല്ലാരെയും അടിച്ച് ശരിയാക്കാം. ഇലക്ഷനിൽ വേറെ കാൻഡിഡേറ്റ്സ് ആരും ഉണ്ടാവില്ല, നമുക്ക് തന്നെ ജയിക്കാം. എടാ, എവിടെ എന്താ സംസാരിക്കണത് ബോധമില്ല നിനക്ക്? നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ട്. ഈ ഇലക്ഷൻ സമയവുമാണ്. ഇതുപോലത്തെ സമയത്ത് കയ്യിലും പിടിക്കണം, കാലിലും വീഴണം. അവരെന്തൊക്കെയാ പറയുന്നത് മിണ്ടാണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴേ ജയിച്ചടാ. മാലയിടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ ടീച്ചറെ, എനിക്കെന്തൊരു പേടി തോന്നുന്നുണ്ട്. ഞാൻ നോമിനേഷൻ തിരിച്ചു വാങ്ങിച്ചോളാം. നിങ്ങൾ ചുമ്മാതിരിക്കും ശ്രീകാന്ത് സർ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാരും കൂടെ ഇല്ലേ? അവനെ കാണാൻ രാക്ഷസനെ പോലെ ഉണ്ട്, പിന്നെ പേടി തോന്നാതിരിക്കും. കോമണം കെട്ടിട്ട് ഗോതയിൽ ഇറങ്ങാൻ ഇത് ഗുസ്തി അല്ല, എലക്ഷൻ. എല്ലാം ഒന്ന് തന്നെയാ. അവിടെയും എതിരാളിയുണ്ട്, ഇവിടെയും എതിരാളിയുണ്ട്. കരുത്തുള്ളവൻ ജയിക്കും, കരുത്തില്ലാത്തവൻ തോറ്റു തുന്നം പാറും. ശരി, ഇപ്പോ റാവുത്തിന്റെ അച്ഛന് ആരൊക്കെ വോട്ട് ചെയ്യാൻ പോന്നെ? ഒന്ന് കൈവന്നിച്ചേ. 1 2 3 4 5 6. 6 പേര്. ഇപ്പോ ശ്രീകാന്ത് സാറിന് എത്ര പേരെ വോട്ട് ചെയ്യാൻ പോന്നെ? ഒന്ന് കൈവർത്തിക്കേ. ഞാൻ ഫസ്റ്റ്. 6 6 പിന്നെ 6 6 12. ഇനി ഒരു വോട്ട് കൂടി വേണല്ലോ. ഇതെന്താ വെള്ളടിച്ച് പൂസായോ? ഞാനൊരാളുണ്ട്.